ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ അതിന്റെ നടുക്കഷ്ണം തിന്നണമെന്ന് പറയുന്നത് പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നാട്ടിലെത്തിയാലും അവിടെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരിലൊരാളായി മാറി കയ്യടി വാങ്ങുന്നതിന് പ്രത്യേക കഴിവ് തന്നെ മോദിക്കുണ്ട്. ചെണ്ട കൊട്ടിയും ആഘോഷങ്ങളിൽ പങ്കെടുത്തുമൊക്കെ സാധാരണക്കാരിൽ ഒരാളായി മാറാൻ പ്രധാനമന്ത്രിക്ക് നിമിഷങ്ങൾ മതി. തന്റെ യാത്രകളിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താൻ എപ്പോഴും മോദി ശ്രമിക്കാറുണ്ട്. സർക്കാരുകൾ തമ്മിൽ മാത്രമല്ല, ജനങ്ങൾക്കിടയിലും ഒരു പ്രത്യേകമായ സൗഹൃദവും ബന്ധവും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഗവൺമെന്റുകൾ മാറിയാലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, വിശേഷിച്ച് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ശക്തമായി തന്നെ നിലനിൽക്കൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനവും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇരു രാജ്യങ്ങളും തമ്മിൽ എത്രയും ശക്തമായ ബന്ധമാണ് ഉള്ളതെന്ന്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മോദിയുടെ സന്ദർശനം തീർച്ചയായിട്ടും ഒരു കാരണമാകും. സെമി കണ്ടക്ടർ മേഖലയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തിനും ഇതിലൂടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമൊക്കെ ഈ സന്ദർശനം വലിയ പങ്ക് വഹിക്കും. ഇന്ന് സിംഗപ്പൂർ പാർലമെന്റ് ഹൗസിൽ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിനുശേഷം സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായിട്ട് മോദി കൂടിക്കാഴ്ച നടത്തുന്നു. വിവിധ കരാറുകളിൽ ഒപ്പുവെക്കുകയും ഉച്ചഭക്ഷണ വിരുന്നിന് ശേഷം സെമി കണ്ടക്ടർ പ്ലാന്റുകളും മറ്റുമൊക്കെ മോദി സന്ദർശിക്കുകയും ചെയ്യും. സിംഗപ്പൂര് വളരെ ചെറിയ രാജ്യമാണെങ്കിലും അത്യാവശ്യം സമ്പന്നമായൊരു രാജ്യമാണ്. വളരെ ചെറിയ രീതിയിലാണെങ്കിൽ കൂടി ഇവിടെയും സെമി കണ്ടക്ടർ വ്യവസായമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ മേഖലയിൽ കൂടി വർദ്ധിപ്പിക്കുക എന്നത് മോദിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സിംഗപ്പൂർ സർവകലാശാലകൾ സെമി കണ്ടക്ടർ മേഖലകൾക്കായി നൽകുന്ന കോഴ്സുകൾ, സെമി കണ്ടക്ടർ വ്യവസായ പാർക്കുകൾ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ സെമി കണ്ടക്ടർ വ്യവസായം ഇന്ത്യക്ക് അവസരം നൽകുന്നുണ്ട്. സിംഗപ്പൂരിന്റെ സാമ്പത്തിക വളർച്ചയുടെ 8% സംഭാവന ചെയ്യുന്നത് സെമി കണ്ടക്ടർ മേഖലയാണ്. സ്ഥല സൗകര്യം, തൊഴിലാളികൾ തുടങ്ങി ഉൽപാദന ഘടകങ്ങളുടെ കാര്യത്തിൽ സിംഗപ്പൂരിന് മുന്നിൽ പരിമിതികളുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിമിതികളില്ല. അതിനാൽ തന്നെ ഇന്ത്യക്ക് സിംഗപ്പൂരിന്റെ സെമി കണ്ടക്ടർ ശൃംഖലയുടെ ഭാഗമാകാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റത് ഇന്ത്യൻ സമൂഹം ആഘോഷങ്ങളോടെയാണ്. നിരവധി പേര് പ്രധാനമന്ത്രിയെ കാണാനായി തടിച്ചുകൂടി. പ്രത്യേക വേഷവിധാനങ്ങളോടെ ഇന്ത്യയുടെ തനത് നൃത്ത ചുവടുകളുമായി പ്രവാസി ഭാരതീയർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ആഘോഷങ്ങളുടെ നിമിഷങ്ങളായിരുന്നു പിന്നീട്. മഹാരാഷ്ട്രയിലെ തനത് കലാരൂപമായ ലാവനി നൃത്തം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് ഇന്ത്യൻ വംശജർ മോദിയെ സ്വീകരിച്ചത്. നൃത്ത സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡോൽ കലാകാരന്മാർക്കൊപ്പം പ്രധാനമന്ത്രിയും ഡോലിൽ താളമിട്ടു. പ്രധാനമന്ത്രി കൂടി ചേർന്നതോടെ സംഘത്തിന്റെ ആവേശം ഇരട്ടിയായി. 1 മിനിറ്റോളം അദ്ദേഹം ഡോലിൽ താളം മുഴക്കി. കലാകാരന്മാരെ അഭിനന്ദിച്ച് എല്ലാവരോടും കുശലാന്വേഷണം നടത്തിയാണ് മോദി മുന്നോട്ട് നീങ്ങിയത്. പ്രധാനമന്ത്രി ഡോൽ കൊട്ടുന്ന വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും തരംഗമാണ്. വാദ്യോപകരണങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ കമ്പം നേരത്തെയും പല ചടങ്ങുകളിൽ നാം കണ്ടിട്ടുണ്ട്. ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ പരമ്പരാഗതമായ വാദ്യോപകരണങ്ങളിൽ അദ്ദേഹം വലിയ താല്പര്യം കാണിക്കാറുണ്ട്. ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് എത്തിയത്. ബ്രൂണയിൽ നിന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു സിംഗപ്പൂരിലേക്ക്. മോദിയുടെ ഈ 2 രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം വലിയ വിജയമായി എന്ന് പറയാതെ വയ്യ. ബ്രൂണൈ രാജ്യവുമായിട്ട് ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിച്ചത്. എന്നാൽ ഇപ്പോഴെത്തിയിരിക്കുന്ന സിംഗപ്പൂർ ആകട്ടെ ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. പ്രധാനമന്ത്രി ലോറൻസ് വോങ് നേരിട്ടെത്തിയാണ് മോദിയെ സ്വീകരിച്ചത്. വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ഇരു നേതാക്കൾക്കുമിടയിൽ കാണാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം വർദ്ധിപ്പിക്കുവാൻ ഈ നേതാക്കൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മോദിയുമായിട്ട് അടുത്ത സുഹൃത്തിനോടെന്ന പോലെ ഇടപഴകുന്ന വോങ്ങിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 2 രാജ്യങ്ങളും എത്രത്തോളം സൗഹൃദത്തിലാണ് എന്ന്. മാത്രമല്ല, ഇന്ത്യയില് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരു രാജ്യം കൂടിയാണ് സിംഗപ്പൂർ. ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ട്. ധാരാളം ഇന്ത്യൻ തമിഴ് വംശജരും സിംഗപ്പൂരുണ്ട്. നിലവിൽ ഒരു തമിഴ് വംശജനാണ് സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് എന്നതും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ശക്തമായ ഒരു അടിത്തറ നൽകാൻ പറ്റിയ സാഹചര്യമാണിത് എന്ന് കാണാം. ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള നിലവിലെ പ്രതിസന്ധികളിൽ സിംഗപ്പൂരിന് നല്ല ആശങ്കയുണ്ട്. ഫിലിപ്പൈൻസ് ഒരു ആസിയാൻ രാജ്യവുമാണ്.
അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ ഫിലിപ്പൈൻസിനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്തിടെ നടന്ന ഒരു മീറ്റിംഗിൽ സിംഗപ്പൂര് ഫിലിപ്പൈൻസിനെ പരോക്ഷമായി പിന്തുണച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലും ചൈന വലിയ രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചത് വലിയ രാജ്യാന്തര ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു. സിംഗപ്പൂരിന് മേൽ ഉപരോധം ഏർപ്പെടുത്തണം എന്ന് പോലും ചൈനീസ് ദേശീയവാദികൾ ആവശ്യപ്പെടുകയുണ്ടായി. ഈ സാഹചര്യങ്ങളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പ്രത്യേകിച്ച് സിംഗപ്പൂരിന്റെ പ്രതിരോധ മേഖല, സുരക്ഷാ മേഖല, അതോടൊപ്പം തന്നെ അവരുടെ ട്രേഡ്, ബിസിനസ്, ഇതിലൊക്കെ വളരെ നിർണായകമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.